ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇന്നലത്തെ മീൻസ് മൺഡേയിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് അതിനകത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളിനി പറയാൻ പോകുന്നതാണ്. പിന്നെ എന്താണ് ജനറൽ ലൈറ്റ് വേവ് സിസ്റ്റം, എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, എന്തൊക്കെയാണ് നമ്മൾ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ അഡീഷണൽ ആയിട്ട് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിന്നും അഡീഷണൽ ആയിട്ട് എന്താണ് ഡിഫറൻസ്, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ അതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ന്യൂമറിക്കൽ അപ്പർച്ചർ, ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ കൂടി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഫാക്ടേഴ്സ്. അപ്പം ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ മെഷർ ഓഫ് മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് റേസ് വിൽ എൻറ്റർ ആൻഡ് ബി കണ്ടക്റ്റഡ് ഡൗൺ ദ ഫൈബർ. അപ്പോൾ എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ലൈറ്റ് റേസ് എൻറ്റർ ആൻഡ് ബി കണ്ടക്റ്റഡ് ഡൗൺ ദ ഫൈബർ. അപ്പോൾ ഒരു ഫൈബർ ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ക്ലാസ്സിൽ നിങ്ങളെ ഫൈബറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ടെലിവിഷൻ്റെ മുകളിലുള്ളതെന്ന് പറഞ്ഞായിരുന്നു. സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ. ഈ ഫിഗർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനകത്തൊക്കെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് എന്താ ലൈറ്റൻഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ യു ക്യാൻ സി ഹിയർ ഇത്രയും ചെറിയതാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറഞ്ഞത്, വളരെ ചെറുതാണ്. ഈ ഫിഗർ നിങ്ങൾക്ക് PPT അയച്ചു തരുമ്പോൾ നോക്കിയാൽ മതി. വളരെ ചെറിയതാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്ക് ലൈറ്റ് എന്ത് ചെയ്യാണ്? ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ വന്ന് എൻറ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഫൈബറിനുള്ളിലൂടെ പോകുന്നത്? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ എൻറ്റർ ചെയ്യുന്ന എല്ലാ ലൈറ്റും, അതായത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് റേസ് ആണ് അല്ലേ. അപ്പോൾ ഈ എൻറ്റർ ചെയ്യുന്ന ഇപ്പം ലൈറ്റ് ഒരു ടോർച്ച് എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് അടിക്കുകയാണെങ്കിൽ എല്ലാ റേസും അതിനകത്ത് കൂടെ പോകത്തില്ല. ഒരു സെർട്ടേൺ ആംഗിളിൻ്റെ ഉള്ളിൽ വരുന്ന അത്രയും റേസ് മാത്രമേ എന്താവത്തുള്ളൂ? നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടി ട്രാൻസ്മിറ്റ് ആവത്തുള്ളൂ. ആ സെർട്ടേൺ ആംഗിൾ, ദ മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദ light rays can enter and transmit down the fiber is called as numerical aperture. അപ്പോൾ ഈ ന്യൂമറിക്കൽ അപ്പർച്ചറിന് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് n സ്ക്വയർ കോർ മൈനസ് n സ്ക്വയർ ക്ലാഡിംഗ് എന്നതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ ഇനി എന്താണ് ഈ കോറും എന്താണ് ഈ ക്ലാഡിങ്ങും? ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന് അതിൻ്റെ ഉള്ളിൽ ഈ ഭാഗം, ഈ ഫിഗർ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ. അതായത് ഈ ഭാഗം ഇതാണ് എന്ത്? കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോറിനുള്ളിൽ കൂടി മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ലൈറ്റ് റേസ് എപ്പോഴും കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ പുറമേ ഉള്ള രണ്ട് ഈ സ്ക്വയർസ് ഉണ്ട്, അത് സ്ക്വയർ ഷേപ്പ് അല്ല, ആക്ച്വലി അത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ആ ഭാഗം അതാണ് എന്തെന്ന് പറയുന്നത്? ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ക്ലാഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ കവറിങ്, ഒരു പ്ലാസ്റ്റിക് കവറിങ് പോലെ, അങ്ങനെ ഒരു കവറിങ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഉള്ളിലുള്ള കോറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആ കവറിങ് ആണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. സോ ലൈറ്റ് റേസ് ഒരിക്കലും ദേ വിൽ നെവർ എൻറ്റർ ദ ക്ലാഡിംഗ്, ദേ ട്രാവൽ ഓൺലി ത്രൂ ദ കോർ. അപ്പോൾ ഈ കോറിൽ നിന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും എന്ന് പറയാൻ പറ്റത്തില്ല, ഡിഫക്ട്സ് വരുമ്പോൾ എൻ്റർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ, അതായത് എൻ്റർ ചെയ്താൽ പോലും എന്ത് സംഭവിക്കില്ല? അത് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. ട്രാൻസ്മിഷൻ സംഭവിക്കുന്ന എവിടെ മാത്രമാണ്? ഈ കോറിനുള്ളിൽ മാത്രമായിരിക്കും ട്രാൻസ്മിഷൻ നടക്കുക. സോ n എന്ന് വെച്ചാൽ എന്താണ് n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? n സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? n ദാറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് പറയാം. എന്താണെങ്കിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് 1.333. ഓക്കെ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം എന്ന് പറയുന്നതാണ് 1 എന്നത്. സോ ദ മീനിങ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് that light travels 1.33 times faster in vacuum than the water. അതായത് നമ്മളൊരു വെള്ളത്തിലും വാക്വത്തിലും ഒന്നിച്ച് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏതിലായിരിക്കും കൂടുതൽ സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുക? വാക്വത്തിൽ കൂടിയായിരിക്കും ട്രാവൽ ചെയ്യുക. സോ നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യണം വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് C,
വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് നമ്മൾ ബാക്കിയുള്ളതിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യണം. സോ ദ ഇക്വേഷൻ ഈസ് C ഡിവൈഡഡ് ബൈ V, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഏത് മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ കോർ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിങ്. അപ്പോൾ ക്ലാഡിങ് എന്തോ പോലെ എന്തെങ്കിലും മെറ്റീരിയൽ ആവും അല്ലേ, വേറൊരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ n² കോർ മൈനസ് n² ഓഫ് ക്ലാഡിങ് എന്ന് പറയുന്നത്. ഇനി എന്നിനെ ഈസ് ഓൾസോ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറയുന്നുണ്ട്. അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ θc, അതായത് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, ന്യൂമറിക്കൽ അപ്പർച്ചർ ആണ് പറഞ്ഞത്. ഇനി ന്യൂമറിക്കൽ അപ്പർച്ചർ ഇവിടെ ഏതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ, ഇതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. അതായത് ആൽഫ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ലൈൻ ആണെങ്കിൽ ആൽഫ, അതാണ് നമ്മുടെ ന്യൂമറിക്കൽ അപ്പർച്ചർ. സോ വാട്ട് ഈസ് θc? θc ഈസ് ദ മാക്സിമം ആംഗിൾ ഇൻ ദ കോർ അറ്റ് വിച്ച് at which total internal reflection takes place. അതായത് കോറിനുള്ളിൽ മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് TIR ടേക്സ് പ്ലേസ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെയാണ് നമ്മൾ TIR എന്ന് പറയുന്നത്. ഈ കോറിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിന് ഏത് ആംഗിളിലാണോ മാക്സിമം എന്ത് സംഭവിക്കുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്, ആ ആംഗിളാണ് എന്ത്, θc എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. അതായത് ഇപ്പോൾ ഈ ലൈറ്റ് റേ ഈ ആംഗിളിന് പകരം ഇതിലേക്കൂടാണ് എൻ്റർ ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കില്ല, TIR സംഭവിക്കില്ല. ദാറ്റ് മീൻസ് ഈ വരുന്ന ആംഗിള് ഈ വരുന്ന ലൈറ്റ് റേ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകത്തില്ല, പകരം എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിച്ച് ക്ലാഡിങ്ങിലേക്ക് പോകും. ആൻഡ് ദാറ്റ് ലൈറ്റ് വേവ്സ് വിൽ ബി ലോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ θc പറഞ്ഞു, ആൽഫ പറഞ്ഞു. ഇനി ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കാനുള്ള മാക്സിമം ആംഗിളാണ് θc എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? Total internal reflection is the basic method by which the information is or the light is passed through the core. ലൈറ്റ് അതിനകത്തൂടെ പാസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ TIR എന്ന് പറയുന്നത്. എന്താണ് TIR എന്ന് പറഞ്ഞാൽ, ഓക്കെ, അതായത് ഈ θcക്കുള്ളിലുള്ള ഏത് ലൈറ്റ് റേ എൻ്റർ ചെയ്താലും, ആ ആംഗിൾ വെച്ച് ഏത് ലൈറ്റ് റേ എൻ്റർ ചെയ്താലും എന്ത് സംഭവിക്കും, ദേ വിൽ കം ടു ദ നോർമൽ ആൻഡ് ദേ വിൽ റിഫ്ലക്ട് ബാക്ക് ടു ദ മീഡിയം. ഓക്കെ, ബാക്ക് ടു ദ മീഡിയം, ആ കോറിലേക്ക് തന്നെ എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട്, ആൻഡ് ഹിയർ ദേ വിൽ ദിസ് ലൈറ്റ് റേ വിൽ കം ലൈക്ക് ദിസ് ആൻഡ് ദേ വിൽ go like this. Again from here what happens, they'll be within the critical angle and again TIR takes place and it will go like this. So it will be like a zigzag line. Okay, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഇൻഫോർമേഷൻ മൂവ് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ഏതാ കാണിച്ചിരിക്കുന്നത്, ഒരു സിംഗിൾ ലൈനേ കാണിച്ചുള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇൻ ദ റിയൽ ലൈഫ് ഇറ്റ് വിൽ ബി ലൈക്ക് സോ മെനി ലൈറ്റ് റേസ് വിൽ കം ലൈക്ക് ദിസ് ആൻഡ് ദേ വിൽ ഗോ സിഗ്സാഗ് ആൻഡ് അഗെയിൻ ലൈക്ക് ദാറ്റ്, ഇറ്റ് വിൽ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ TIR, ന്യൂമറിക്കൽ അപ്പർച്ചർ, ക്രിട്ടിക്കൽ ആംഗിൾ എന്നൊക്കെ പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഒരു ഫിഗർ ആണിത്. എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞു റിഫ്രാക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് പോവുക, ക്ലാഡിങ്ങിലേക്ക് എസ്കേപ്പ് ആയിട്ട് പോകും. സോ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദേ എൻ്റർ ഷുഡ് ബി വിത്തിൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇതാണ് TIR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. ഇനി ക്യാൻ സീ ദിസ്, നമ്മൾ ഒരു ലൈറ്റ് കൊടുക്കുകയാണ്. യു ക്യാൻ സീ ഹിയർ TIR സംഭവിക്കുന്നത് ഡയറക്റ്റ് കാണാൻ പറ്റും. ഒരു സിംഗിൾ ലൈറ്റ് റേ കൊടുക്കുകയാണ്, ഒരു ജിഫാണിത്. ഒരു സിംഗിൾ ലൈറ്റ് റേ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ഡയറക്റ്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് കണ്ടോ. ഓക്കെ, നൗ വാട്ട് ഈസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ യൂസിങ് ലൈറ്റ് ടു ക്യാരി ഇൻഫർമേഷൻ. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് നമ്മൾക്ക് വയേർഡും വയർലെസ്സും യൂസ് ചെയ്യുന്നത്. വയേർഡ് നമ്മൾ ടെറസ്ട്രിയൽ മെത്തേഡ് മീൻസ് പ്ലേസിലാവുമ്പോൾ വയേർഡ് യൂസ് ചെയ്യും. സ്പേസിൻ്റെ ഒക്കെ കാര്യത്തിലാണ് നമ്മൾ വയർലെസ് യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഇന്നലെ വരയ്ക്കാൻ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണിത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, it is the display of all the waves, light waves. Example ആണിത്. So here you can see from radio signal to gamma rays along with their wavelengths and the frequency. Okay, frequencyയും wavelengthും അടങ്ങിയിട്ടുള്ള ലൈറ്റ്സിൻ്റെ. അപ്പോൾ വിസിബിൾ ലൈറ്റ് ഏത് റേഞ്ചാണ് നോക്കിയേ, വിസിബിൾ ലൈറ്റ് ഏത് റേഞ്ചിലാണ് വന്നേക്കുന്നത്, 0.5 × 10⁻⁻⁶. അതാണ് അതിൻ്റെ എന്താ ഫ്രീക്വൻസി വരുന്നത്.
സോറി എൻ്റെ വേവ് ലെങ്ത് വരുന്നത് ഫ്രീക്വൻസി ഇവിടെയാണ് 10^12 to 10^50 10^15 റേഞ്ചിൽ ആ ഭാഗത്താണ് വരുന്നത്. Now this is the example of light wave system. First figure അത് ആ ഫിഗർ തന്നെയാണ് ഇത്. ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ലൈറ്റ് വേവ് സിസ്റ്റത്തിനാകുമ്പോൾ നമ്മൾ ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ ചാനലുണ്ട്, ഒപ്റ്റിക്കൽ റിസീവർ ഉണ്ട്, ഇൻഫർമേഷൻ ഡെസ്റ്റിനേഷൻ. നോ മെസ്സേജ് ഇൻപുട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇൻഫർമേഷൻ സോഴ്സിൽ നിന്ന് നമ്മുടെ മെസ്സേജ് ഇൻപുട്ട് വരും. ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ അത് എന്ത് ചെയ്യും? എൻകോഡഡ് ഇൻപുട്ട് ആക്കും. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇലക്ട്രിക് സിഗ്നലിനെ, നിങ്ങൾ OED ഞാൻ പറയുന്നതാണ്, ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. ഈ ഭാഗത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഈ ഭാഗത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ലൈറ്റ് സിഗ്നൽ. ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ഈ ഭാഗത്ത് ലൈറ്റ് സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുക. ഈ ഭാഗത്താണ് എന്തുള്ളത്? ഇലക്ട്രിക്കൽ സിഗ്നൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനെ ലൈറ്റ് വേവ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പോയിന്റ് ടു പോയിന്റ് ലിങ്ക്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഉണ്ട്, അല്ലേ? നമുക്കറിയാം പോയിന്റ് ടു പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോലെ. ഇനി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഫോർ എക്സാമ്പിൾ കേബിൾ, അല്ലേ? നമ്മൾ കേബിൾ ടെലിവിഷനിലെ കേബിൾ അത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. അതേപോലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഉണ്ട്, എന്താണ്? LAN. നൗ ഫൈബേഴ്സ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. പ്രൊപ്പഗേഷൻ വരുന്ന 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് റേ ഓപ്റ്റിക്സ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എന്തുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക്. അപ്പോൾ റേ ഓപ്റ്റിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നതിൻ്റെ തിയറീസ് ആണ് എന്ത്? റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ. ഇലക്ട്രോ മാഗ്നറ്റിക്കിൽ എന്തായിരിക്കും വരിക? മാക്സ്വെൽസ് ഇക്വേഷൻ, ഇന്റർഫിറൻസ്, ഡിഫ്രാക്ഷൻ, അതൊക്കെയാണ് വരിക. ഇനി ബേസിക്സ് ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടം ഇഫക്റ്റ് ആണ് ബേസിക്സ് ഓഫ് ഒപ്റ്റിക്സ്. സോ ഒപ്റ്റിക്കൽ റേഡിയേഷൻ ഹാസ് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ. അപ്പോൾ 2 തരത്തിലുള്ള നേച്ചറാണ് ഒപ്റ്റിക്കൽ റേഡിയേഷൻ ഉള്ളത്. എന്താണ്? പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. ഇനി എന്താണ് പാർട്ടിക്കിൾ നേച്ചർ? ലൈറ്റ് എനർജി ഈസ് ഓൾവേസ് എമിറ്റർ ഓർ അബ്സോർബ്ഡ് ഇൻ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ക്വാണ്ട ഓർ ഫോട്ടോൺസ്, അല്ല? ഞാനത് OED പറഞ്ഞ കാര്യമാണ്. കമ്പോണൻസ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഇനി ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ആണത്. H/ν. ഓക്കെ, H എന്ന് വെച്ചാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഈസ് മെഷേർഡ് കൺസിഡറിങ് വേവ് പ്രോപ്പർട്ടി. When photon is incident in an atom, one electron is excited. ഇതേ കാര്യങ്ങളാണ് നിങ്ങൾ OED പഠിക്കുന്നത്. ഒരു ഫോട്ടോൺ അതായത് ലൈറ്റ് സോഴ്സ് നമ്മൾ കൊടുത്തിട്ടാവുമ്പം എന്ത് സംഭവിക്കും? ആറ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ആവും. ആൻഡ് വൈസ് വേഴ്സ, അതായത് അതേപോലെ തിരിച്ചു സംഭവിക്കും. അബ്സോർബ് ചെയ്തിട്ട് ഫോട്ടോൺ അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവും, ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോൾ ഫോട്ടോൺ എക്സൈറ്റഡ് ആവും. അതേ കാര്യങ്ങൾ പഠിച്ചതാണ്. ഇനി ബേസിക്സ് ഓഫ് ഒപ്റ്റിക്സിലെ വേറൊന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു that of the component. Okay, n is equal to c/v. c is equal to 3 × 10⁸ meter/second. ഇനി ടിപ്പിക്കൽ വാല്യൂസ് ഞാൻ പറഞ്ഞു. എയർ അല്ല, വാക്യൂം ആണ്. വാക്യൂത്തിന് എത്രയാണെന്ന് പറഞ്ഞത്? 1 ആണ്. ഇനി വാട്ടറിന് എത്രയാണ്? 1.33. സിലിക്ക ഗ്ലാസ് എന്ന് വെച്ചാൽ എത്രയാണ്? 1.45. സിലിക്ക ഗ്ലാസിന് എക്സാമ്പിൾ എന്താ? നമ്മുടെ നോർമൽ എന്താ പറയുക, ചില്ല് കൊണ്ടുള്ള ഗ്ലാസ്, അതാണ് കേട്ടോ സിലിക്ക. ഇനി 2.42 ഡയമണ്ടിന് എത്രയാണ്? 2.42. ദാറ്റ് മീൻസ് ലൈറ്റ് വിൽ ട്രാവൽ 2.42 ടൈംസ് ലെസ്, ട്രാവൽ വിത്ത് ദ സ്പീഡ് ഓഫ് 2.42 ടൈംസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ വാക്യൂത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ 2.42 ടൈംസ് സ്പീഡ് കുറവായിട്ടായിരിക്കും ട്രാവൽ ചെയ്യുക. ഇനി റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ആണ്. ഈ പറയുന്ന എല്ലാം എന്താണ്? ബേസിക്സ് ഓഫ് ഒപ്റ്റിക്സ് ആണ്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ആ കാര്യങ്ങളൊക്കെ TIR അതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു പോവാണ്. ഇനി സ്നെൽസ് ലോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? എന്താണ് സ്നെൽസ് ലോ? Snell's law states that the ratio of the sines of the angle of incidence and refraction is equivalent to the ratio of phase velocities in two media or equivalent to the reciprocal of the ratio of indices. Excuse me. Okay. Snell's law states that the ratio of the sines of angle of incidence and refraction is equal to the ratio of
phase velocities in the two media or equivalent to the reciprocal of the ratio of the indices of refraction. നിങ്ങൾക്ക് ഇക്വേഷൻ പറയുമ്പോൾ മനസ്സിലാവും. ഇക്വേഷൻ എവിടെ ഇല്ലേ? ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഇക്വേഷൻ അയ്യോ അതായത് വേറൊന്നുമല്ല. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ sin i by sin r is equal to n1 divided by n2 എന്നേ ഉള്ളൂ. അതായത് n1ഉം n2ഉം രണ്ട് മീഡിയത്തിൻ്റെ ഇക്വേഷൻ അന്ന് പറഞ്ഞാൽ sin i divided by sin r. n1 divided by n2 is equal to sin i by sin r. അതാണ് എന്താ ആ ഇക്വേഷൻ സ്നെൽസ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതാണ് റിഫ്ലക്ഷന് റിഫ്രാക്ഷന്. നമ്മൾ നോർമൽ ലൈൻ, ഇത് നോർമൽ ലൈനാണിത്. നോർമൽ ലൈൻ എന്ന് വെച്ചാൽ എന്താ 90 ഡിഗ്രിയിൽ നമ്മൾ ഡ്രോ ചെയ്യുന്ന ലൈനാണ്. ഇതാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ ബൗണ്ടറി. അപ്പോൾ ലൈറ്റ് ഇവിടുന്ന് വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ്, ഇത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ വരുന്നത്. അപ്പോൾ ആ ആംഗിളിൽ വരുന്ന φ1 എന്ന് പറഞ്ഞ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ എന്ത് സംഭവിക്കും? ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് θ2 എന്ന് പറഞ്ഞ ആംഗിളിൽ റിഫ്രാക്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, ഇനി റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതാ ഇവിടെയാണ് റിഫ്ലക്ഷൻ പറയുന്നത്. θ1 എന്നായിരിക്കും റിഫ്ലക്ഷൻ ചെയ്തിട്ട് പോകുന്ന ആംഗിൾ. ഇനി ഇതെല്ലാം ഞാൻ എത്ര പ്രാവശ്യം ചെയ്യുമേ. Okay, ini basic total interior reflection is the phenomenon which occurs when propagated wave strikes a medium boundary at an angle larger than the particular critical angle with respect to the normal to the surface. Ini if the refractive index is lower on the other side, ഇത് ശ്രദ്ധിക്കണം. If the refractive index is lower on the other side of the boundary and the incident angle is greater than the critical angle, the wave cannot pass through and is entirely റിഫ്ലക്റ്റഡ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോറിന് ഔട്ട്സൈഡ് മീഡിയത്തെക്കാളിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ, അത് വാക്വം അല്ലെങ്കിൽ അങ്ങനെ എയറിനേക്കാളിലും കുറവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇറ്റ് കനോട്ട് കോസ് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും? അത് റിഫ്ലക്ഷൻ ആയിരിക്കും സംഭവിക്കുക, റിഫ്രാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. സോ എന്തുകൊണ്ടാണ് കോറിൽ നിന്നും ക്ലാഡിങ്ങിലേക്ക് എസ്കേപ്പ് ആയിട്ട് അവിടുന്ന് TIR സംഭവിക്കാത്തത്? ഈ പറഞ്ഞ കണ്ടീഷൻ കൊണ്ടാണ്. എന്താണ്? ക്ലാഡിങ്ങിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസൈഡ് കോറിനേക്കാളിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ അതുകൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? അവിടെ TIR സംഭവിക്കാത്തത്. അതായത് N2 എന്ന് പറയുന്നത് N1നേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? നമുക്ക് റിഫ്രാക്ഷൻ സംഭവിക്കാത്തത്. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എബോവ് വിച്ച് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓക്കേഴ്സ്. അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒപ്റ്റിക്കൽ ഫൈബറിന്റെ സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്. ഓക്കെ, കോറും ക്ലാഡിങ്ങും മാത്രമല്ല, അനദർ വൺ മോർ ലെയർ ഇസ് ദർ, അതാണ് ബഫർ കോട്ടിംഗ് എന്ന് പറയുന്നത്. എത്രമാത്രം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന അത്രമാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ എപ്പോഴും, അതായത് ഈ ക്ലാഡിങ്ങിൻ്റെ N2 ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ കോറിനേക്കാളിലും കുറവായിരിക്കണം ക്ലാഡിങ്. ഞാൻ മുമ്പേ പറഞ്ഞത് തെറ്റിപ്പോയില്ല. കോറിനേക്കാളിലും കുറവായതുകൊണ്ടാണ് ക്ലാഡിങ്ങിൽ TIR സംഭവിക്കാത്തത്. അതർ മീഡിയം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതർ മീഡിയത്തിൽ കുറവാണെങ്കിൽ സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ക്ലാഡിങ്ങിൽ N2 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? N1നേക്കാളിലും കുറവായിരിക്കണം. സോ നോർമലി സിലിണ്ട്രിക്കൽ വേവ് ഗൈഡാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും. പ്രോപ്പർട്ടീസ് എന്താണ്? മോഡ്സ് ഓഫ് വേവ് ഗൈഡ് സിംഗിൾ സോളിഡ് ഡൈഇലക്ട്രിക് സിലിണ്ടർ, ഒരു സിംഗിൾ സോളിഡ് ഡൈഇലക്ട്രിക് സിലിണ്ടർ ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോർ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുക? ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുക. ഡസ് നോട്ട് കണ്ടക്ട് ദ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ റേഡിയസ് A ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, അതിൻ്റെ റേഡിയസ് ആണ് നമ്മൾ A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയമീറ്റർ 2A വരും. അതുപോലെ തന്നെ എൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? N1. ഓക്കെ, കോറിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി കോർ കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? കോർ ഈസ് സറൗണ്ടഡ് ബൈ എ ക്ലാഡിംഗ്. ഈ കോർ എന്ന് പറയുന്നത് ക്ലാഡിംഗ് വെച്ച് നമ്മൾ സറൗണ്ട് ചെയ്യാണ്. സോ ക്ലാഡിംഗ് റെഡ്യൂസസ് ദ സ്കാറ്ററിംഗ് ലോസ് സ്ട്രെങ്ത്. അപ്പം ജസ്റ്റ് വേവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ.
ഇനി നോർമലി കോർ ഈസ് പ്യുവർ സിലിക്ക ഗ്ലാസ്. ഓക്കെ, നമ്മൾ കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്യുവർ സിലിക്ക ഗ്ലാസ് ആയിരിക്കും. ദാറ്റ് ഈസ് SiO2 സറൗണ്ടഡ് ബൈ ഗ്ലാസ്. അപ്പോൾ സിലിക്ക ഗ്ലാസിന് N1 എന്നും നോർമൽ ഗ്ലാസിനെ നമ്മൾ N2 എന്നും റെപ്രസെന്റ് ചെയ്താൽ N1 will always be greater than N2. Now most of the fibers are encapsulated with elastic non-abrasive plastic. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്താണ് എന്തുള്ളത്? പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളത്. ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ഒപ്റ്റിക് ഫൈബേഴ്സ് ആണ്. അതായത് സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ 2 ടൈപ്സ് ആണുള്ളത്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫിഗറും TIRന്റെ ജിഫ് കാണിച്ചത്, അതിൻ്റെ അനിമേഷൻ കാണിച്ചതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് അതിൻ്റെ അനിമേഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ ആണിത്. ഓക്കെ, അപ്പം നാളത്തെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിന് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആണ്. സോ ഞാനിത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കത് നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യണോ ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. എന്തായാലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് എഴുതിയിട്ട് നിങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ അവർ, അതായത് 1 hour നിങ്ങൾക്കുണ്ടല്ലോ, ഫസ്റ്റ് അവർ അല്ല, എനിക്കൊന്നു 10:30 to 1 തോന്നുന്നു. ആ അവർ നിങ്ങൾ ഇതിരുന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അവർ ഞാൻ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ബാക്കി എന്ന് പറയുമ്പം ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് 2 ടൈപ്സ്, ഗ്രേഡഡ് ഇൻഡെക്സും സ്റ്റെപ്പ് ഇൻഡെക്സും എന്താണെന്നുള്ളത്, പിന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മോഡ്സ്, അതൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ.